Guys, welcome back to another video. So, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് how to make money from Facebook. അതെ, ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം. സോ, ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്ന് പറയുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ പറയാം. സോ, നമുക്കറിയാം നമുക്കിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്ക് ട്വിറ്റർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഷെയർ ചാറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്നാൽ ഈ പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വെച്ച് നോക്കുമ്പോഴാണ് ഏറ്റവും ഈസിയായിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ്. എന്നാൽ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം എപ്പോഴും ഇങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഒരു 1.5 വർഷത്തിന് മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. ഫേസ്ബുക്കിൽ നിന്ന് അങ്ങനെ വളരെ ഈസി ആയിട്ട് ആർക്കും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു 8 മാസം മുന്നേ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ പറയുന്ന ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ ഒരു പാർട്ണർ ആവാൻ പറ്റും, ഫേസ്ബുക്കിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇനി പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയസ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ക്ലാസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആയിട്ട് നിങ്ങൾ അതിനെ സ്വിച്ച് ചെയ്യണം. അത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി, ഹൗ ടു സ്വിച്ച് മൈ ഫേസ്ബുക്ക് അക്കൗണ്ട് ടു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ആർക്കും ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. സോ ആദ്യം ഈ വീഡിയോ കണ്ട് ഈ ഒരു പോയിന്റ് വെച്ച് ആരും ഓടിച്ചെന്ന് അതങ്ങ് ചെയ്യരുത്. സോ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പക്ഷേ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. സോ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ്റെ എന്തൊക്കെ വേണം എന്നറിയുന്നതിന് മുന്നേ എന്താണ് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ, എങ്ങനെയൊക്കെയാണ് ഫേസ്ബുക്ക് ക്യാഷ് തരുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫേസ്ബുക്ക് നിങ്ങൾക്ക് 3 രീതിയിലാണ് ക്യാഷ് തരുന്നത്. അതിൽ ഒന്നാമത്തേത് സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ളത് പോലെ തന്നെയുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം ഫേസ്ബുക്കിനുണ്ട്. ഒരു 139, 239, 339 അങ്ങനെ പല റേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പേജസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിന്റെ ഒരു പാർട്ട് നിങ്ങൾക്കും വരും, ബാക്കി പാർട്ട് ഫേസ്ബുക്കിനും പോകും. സോ അതാണ് നമ്മുടെ ഫേസ്ബുക്കിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളല്ല അംഗം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പാർട്ണർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം ആയിട്ട് 5000 ഫ്രണ്ട്സ് നിർബന്ധമാണ്. അതായത് ഏറ്റവും മിനിമം വേണ്ടത് 5000 ഫ്രണ്ട്സ് ആണ്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഒരു 3-4 ദിവസത്തെ പേജിന്റെ എൻഗേജ്മെന്റ് റേറ്റ്, അതായത് പേജിൽ എത്ര പേര് വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു റേറ്റ് എത്ര ഒരു 120-200% ആണെന്ന് തോന്നുന്നു, അതിന് മുകളിലായിരിക്കണം. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയയും നിങ്ങൾക്ക് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ സ്റ്റാർ പ്രോഗ്രാം സ്റ്റാർ അല്ല സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമിലോട്ട് നിങ്ങൾക്ക് ഒരു മെമ്പർ ആവാൻ പറ്റും. അതെ, വളരെ ഈസിയാണ്. 5000 ഫ്രണ്ട്സ് ആൻഡ് ഒരു പർട്ടിക്കുലർ പേജ് റീച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നോർമലി കിട്ടുന്ന റീച്ച് തന്നെയാണ്. നിങ്ങളെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലോട്ട് പോകുമ്പോൾ ആ നമ്പേഴ്സ് നിങ്ങൾക്ക് വിസിബിൾ ആവുന്നതേ ഉള്ളൂ. സോ 5000 ഫ്രണ്ട്സ് എന്നുള്ളതാണ് ആ ഒരു സംഭവം. പിന്നെ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 4-5 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇടുന്നു, 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഡാഷ്ബോർഡിന് അത്യാവശ്യം നല്ല വ്യൂസും ഉണ്ട്, നിങ്ങളുടെ ഡാഷ്ബോർഡ് വിസിറ്റ് ചെയ്യാൻ അത്യാവശ്യം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമിലോട്ട് പോകാൻ പറ്റും. ആൻഡ് അതാണ് ഒന്നാമത്തെ എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ. ആൻഡ് രണ്ടാമത്തെ പ്രോഗ്രാമായ സ്റ്റാർ പ്രോഗ്രാം. ഈ സ്റ്റാർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഫേസ്ബുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്കിപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് സ്റ്റാർസ്, ഫ്ലവേഴ്സ് ഇങ്ങനത്തെ ചെറിയ സംഭവം, അതായത് കമന്റ്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇത് സ്റ്റാർസ്, ഫ്ലവേഴ്സ് ഇതൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് 10 രൂപ, 50 രൂപ, 100 രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പേജിൽ കമന്റ്സ് ആയിട്ട് നമുക്ക് ഈ സ്റ്റാർസിനും ഫ്ലവേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റും. ആൻഡ് ഈ സ്റ്റാർസും ഫ്ലവേഴ്സ് ഒക്കെ കൊടുക്കുമ്പോഴേക്കും അവർക്ക് അവരുടെ അക്കൗണ്ടിലോട്ട് ഇത് ക്യാഷ് ആയിട്ട് പോകും. അതായത് ഇപ്പോൾ 30 രൂപയുടെ സ്റ്റാറിനാണ് നമ്മൾ അവിടെ കമന്റ് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന സ്റ്റാറിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് ഫേസ്ബുക്കിലോട്ട് തന്നെ തിരിച്ചു പോകും. ആൻഡ് ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേറ്ററിന് പുള്ളിയുടെ വരുമാനമായിട്ട് റവന്യൂ ആയിട്ട് പോകും. അപ്പോൾ അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ രണ്ടാമത്തേതിനകത്ത് ഈ പറയുന്ന മാതിരി 2 ക്രൈറ്റീരിയ ആണുള്ളത്. ആദ്യത്തെ ഞാൻ പറഞ്ഞു 5000 ഫ്രണ്ട്സ്. അത് നമുക്ക് ഫസ്റ്റ് ഇത് സ്റ്റെപ്പ് ആയിട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യം സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമിൽ അംഗമായാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റാറിലോട്ട് പോകാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ മാത്രമേ മൂന്നാമത്തേതായ കണ്ടന്റ് മോണിറ്റൈസേഷനിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യമായ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമിൽ എലിജിബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു 30 ദിവസം നിങ്ങൾക്ക് 500 ഫോളോവേഴ്സിന് ദിവസവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതെ, 30 ഡേയ്സ് കൺസിക്യൂട്ടീവ് ആയി കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടരെ ഒരു 30 ദിവസം നിങ്ങൾക്ക് 500 ഫോളോവേഴ്സ് എന്നും വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റാർ പ്രോഗ്രാമിൽ നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. സ്റ്റാർ പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ. ആൻഡ് അതാണ് നമ്മുടെ രണ്ടാമത്തെ സബ്സ്ക്രിപ്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ആൻഡ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ. ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സംഭവം. നമ്മുടെ യൂട്യൂബിലും ബാക്കി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള സാധനമാണ്. നമ്മുടെ കണ്ടന്റ്സിന്റെ ഇടയിൽ നമ്മുടെ ആഡ് പ്രോഗ്രാംസ്, ഏതെങ്കിലും ഒരു പാർട്ണർ നമ്മുടെ ഒരു പേജിന്റെ ഭാഗമാവുന്നു, അല്ലെങ്കിൽ അവരുടെ ആഡ് അവർ നമ്മുടെ വീഡിയോസിന്റെ ഇടയിൽ പ്ലേ ചെയ്യുന്നു. ആൻഡ് ആ ആഡ് പ്ലേ ചെയ്യുന്നതിന്റെ ഒരു റവന്യൂ നമുക്ക് അവർ തരുന്നു. നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ള സെയിം സംഭവം തന്നെയാണ്. സോ ഈ മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു 10,000 ഫോളോവേഴ്സും പിന്നെ ഒരു പർട്ടിക്കുലർ വാച്ചേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ അവരത് ഇൻവിറ്റേഷൻ ഉള്ളി, അതായത് ഫേസ്ബുക്ക് നമുക്ക് ഈ പറയുന്ന ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്താലും ഫേസ്ബുക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവർ കണ്ടന്റ് മോണിറ്റൈസേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ആദ്യത്തെ 2 അങ്ങനെ ഒരു സംഭവമില്ല. ഈ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രം മതി, സിമ്പിൾ ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന 3 ഫേസ്ബുക്കിലെ മോണിറ്റൈസേഷനുള്ള 3 വഴികൾ അല്ലെങ്കിൽ 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യാനാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ
സോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മിക്കവാറും എല്ലാവർക്കും 5000 ഫ്രണ്ട്സിന് മുകളിലുണ്ട്. അപ്പോൾ 5000 ഫ്രണ്ട്സിന് മുകളിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലോട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. സ്വിച്ച് ചെയ്ത് ഉടനെ തന്നെ ഒരു 5-6 പോസ്റ്റിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ആഴ്ച കിട്ടുകൊണ്ടിരിക്കുക. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഒന്നാമത്തെ മോണിറ്റൈസേഷൻ മെത്തേഡായ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമിലോട്ട് പോകാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന സംഭവം അത്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പുതിയതായിട്ടാണ് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതെങ്കിൽ ഒരിക്കലും അത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലോട്ട് പോകരുത്. കാരണം നിങ്ങൾ ആദ്യം പ്രൊഫഷണൽ ഡാഷ്ബോർഡിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ്, ഫോളോവേഴ്സ് ഇതൊക്കെ കിട്ടുന്നത് ഇച്ചിരി സ്ലോ ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും ഈസി എന്ന് പറയുന്നത് നിങ്ങൾ നോർമലി ഒരു അക്കൗണ്ട് തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് അങ്ങോട്ട് വേണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും. അതിനെ അവസാനം നമുക്ക് ഫേസ്ബുക്കിൽ നോക്കുമ്പോഴേക്കും ഫോളോവേഴ്സ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ പേജ് എന്നുള്ള രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. സോ ഫസ്റ്റ് നോർമലി ഒരു അക്കൗണ്ട് തുടങ്ങുക, ഒരു 5000 ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആവുന്നതിന് വെയിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക, എന്നിട്ട് ഫ്രണ്ട് ലിസ്റ്റ് 5000 എത്തിക്കുക. അതിനുശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. സോ അതിനുശേഷം ഈ 5000 ഫ്രണ്ട് ലിസ്റ്റിൽ ആയ ശേഷം മാത്രം നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷം പോസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഞാൻ ഉറപ്പ് പറയാം, ഒരു 2-3 വീക്സിനകത്ത് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമിലോട്ട് പോകും. സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നവർ മീൻസ് എല്ലാവരും നമ്മുടെ കണ്ടന്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിർബന്ധമില്ല. സോ അത് ഇച്ചിരി പാടുള്ള സംഭവം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഈ സ്റ്റാർ പ്രോഗ്രാം എന്ന്. സ്റ്റാർ പ്രോഗ്രാം ഇച്ചിരി കൂടി ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ഞാൻ പറഞ്ഞു ഈ സബ്സ്ക്രിപ്ഷൻ പോലെയല്ല. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ മന്ത്ലി ഒരു 300, 180 ഞാൻ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റാർ വളരെ ചീപ്പാണ്. ഒരു 10, 20, 30 രൂപയ്ക്കൊക്കെ ഒരുപാട് പേര് സ്റ്റാറൊക്കെ വാങ്ങിച്ച് അവരുടെ ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പേജിൽ പോയി ഇടാറുണ്ട്. സോ ആ പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. സോ അതിന് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെ വൺസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആദ്യത്തെ മോണിറ്റൈസേഷൻ മെത്തേഡായ സബ്സ്ക്രിപ്ഷൻ മെത്തേഡ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പോസ്റ്റിനും വ്യൂസിനും കിട്ടുന്ന റീൽസിനും ഒക്കെ കിട്ടുന്ന വ്യൂസ് ഒക്കെ വളരെ വളരെ കുറവായിരിക്കും. കാരണം ഫേസ്ബുക്കിലെ വ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു അക്കൗണ്ടിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് നല്ല രീതിയിൽ റണ്ണിംഗ് ആയിട്ടുള്ള പേജ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ പുതിയൊരു അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യൂസ് ഒക്കെ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും ഇടരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫേസ്ബുക്കിലെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടന്റ് എടുത്തിടാം, നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള കണ്ടന്റ്സ് എടുത്തിടാം. ഇതിനകത്ത് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും അങ്ങനെ വളരെ വലിയ രീതിയിലൊന്നും ബാധിക്കാറില്ല. നിങ്ങൾക്ക് വളരെ വളരെ സിമ്പിളായിട്ട് എവിടെ നിന്ന് വേണം കണ്ടന്റ് കോപ്പി ചെയ്തിടാം. സോ നിങ്ങൾ നിങ്ങളുടെ സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. യൂട്യൂബിൽ നിന്ന് കണ്ടന്റ് എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടന്റ് എടുക്കുക, ഇതെല്ലാം എടുത്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ഒരിക്കലും തളരരുത്. വ്യൂസ് കിട്ടില്ല, ലൈക്സ് കിട്ടില്ല, ഇതൊക്കെ ആദ്യം കിട്ടത്തേ ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോൺസ്റ്റന്റ് ആയ എഫേർട്ടിലൂടെ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ ഇപ്പം വ്യൂസ് കിട്ടിയില്ല എന്ന് പറഞ്ഞൊന്നും തളരരുത്, അല്ലെങ്കിൽ സങ്കടപ്പെടരുത്, അല്ലെങ്കിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് വൺസ് അത് കിട്ടുമ്പോഴേക്കും ഒരു 4-5 മാസം, എനിക്ക് ഇതിൻ്റെ ഒരു 3 മാസം എടുത്തു. എങ്ങനെയായാലും ഞാൻ പക്ഷേ ഇടയ്ക്കൊന്നും ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ സംഭവം കിട്ടും. ആൻഡ് വൺസ് ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടാമത്തെ മോണിറ്റൈസേഷൻ മെത്തേഡായ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റാർസ് അച്ചീവ് ചെയ്യുന്ന പിന്നെ ബാക്കിയുള്ള കാര്യം വളരെ സിമ്പിളാണ്. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇവിടെ നിന്ന് നിങ്ങളുടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ, മൂവീസിൻ്റെ എന്തെങ്കിലും സീൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂസോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഈ കുക്കിംഗ് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് കോപ്പി ചെയ്യുക, ഇങ്ങോട്ട് ഇടുക, കോപ്പി ചെയ്യുക, ഇടുക. ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് കണ്ടന്റ് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി. ഫേസ്ബുക്കിനകത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും അങ്ങനെ വളരെ കാര്യമായിട്ട് ഒന്നും ബാധിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫേസ്ബുക്കിൽ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. സോ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ ഏതൊരു മോണിറ്റൈസേഷൻ്റെ ഏത് പാർട്ടിലെത്തിയാലും കോൺസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുക, കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. ആൻഡ് വൺസ് രണ്ടാമത്തേത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും ഈ പറഞ്ഞ മാതിരി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഒരു അപ്പോഴേക്കും നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ ഒരു റീച്ചും കൂടെ കൂട്ടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫോളോവേഴ്സ് കൂടുന്നതും കൂടെ ആ ഒരു പോയിന്റ് ഇട്ട് ശ്രദ്ധിക്കണം. കാരണം മൂന്നാമത്തെ ക്രൈറ്റീരിയ വീഡിയോ മോണിറ്റൈസേഷന് ഫോളോവേഴ്സിനും കൂടെ ഒരു ലിമിറ്റ് ഉണ്ട്. 10,000 ഫോളോവേഴ്സിന്റെ എന്തോ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. 10,000 ഫോളോവേഴ്സ് പ്ലസ് പിന്നെ റീൽ വാച്ച് അവേഴ്സ് പിന്നെ പേജ് എൻഗേജ്മെന്റ് അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. നിങ്ങൾക്ക് ഫോളോവേഴ്സ് നിങ്ങൾ അത്യാവശ്യം എല്ലാം എന്തെങ്കിലും കണ്ടന്റ് ഇടുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ ബാക്കിൽ നിന്ന് തന്നെ വന്നോളും. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതിന്റെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിനകത്ത് ഇട്ടാൽ മതി. സോ അന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.